നമസ്കാരം. KCHRൻ്റെ കേരള ചരിത്ര ഗവേഷണ കൗൺസിലിൻ്റെ 3 പ്രധാനപ്പെട്ട പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഒന്ന്, നമ്മൾ നേരത്തെ കേട്ടതുപോലെ ഡെവലപ്മെൻ്റലിസം, നൊമാഡിസം ആൻഡ് ട്രഡീഷൻ, എസ്സേയ്സ് ഓൺ കേരളം എന്ന MG യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൻ്റെ റിട്ടയർഡ് സീനിയർ പ്രൊഫസറായ പ്രൊഫസർ S. രാജുവിൻ്റെ പുസ്തകമാണ്. മറ്റൊന്ന്, KCHR 1999 പ്രസിദ്ധീകരിച്ച ഏതാണ്ട് 20 ലേഖനങ്ങൾ, പെരുമാൾ ഭരണം മുതൽ 20ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെയുള്ള കൊളോണിയലിസത്തിനും ഫെഡറലിസത്തിനും എതിരെയുള്ള ചെറുത്തുനിൽപ്പുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ അടങ്ങിയ 20 ലേഖനങ്ങളുടെ സമാഹാരം പുനർപ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത്. അത് പെർസ്പെക്റ്റീവ്സ് ഓൺ കേരള എന്ന പുസ്തകം റീപ്രിൻ്റ് ഉണ്ട്. മൂന്നാമത്തത് ഞങ്ങളുടെ തന്നെ ഒക്കേഷണൽ പേപ്പറായിട്ട് പ്രസിദ്ധീകരിച്ച പ്രിൻറ്റ് പെർഫോമൻസ് മാൻസ്ക്രിപ്റ്റ് ആൻഡ് പ്രിൻറ്റ്, ചേഞ്ചിങ് സ്ട്രാറ്റജീസ് ഇൻ 16th to 19th century കേരള, പ്രൊഫസർ ക്രിസ്റ്റോഫ് വിയേൽ, ഇൻഡോളജിസ്റ്റും പ്രശസ്ത ഇൻഡോളജിസ്റ്റും UC ലൊവൈൻ ബെൽജിയം യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുമായ അദ്ദേഹത്തിൻ്റെ പേപ്പറാണത്. ഈ 3 പുസ്തകങ്ങളാണ് ഇന്ന് ഈ വേദിയിൽ പ്രകാശനം ചെയ്യാൻ പോകുന്നത്. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് KCHRൻ്റെ ചെയർപേഴ്സണായ KN ഗണേഷ് സാറിനാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ 3 പുസ്തകങ്ങളുടെയും പ്രകാശനം ഇവിടെ നിർവഹിക്കുന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദുവാണ്. മാഡത്തിനെ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങുന്നത് 2 പ്രശസ്തരായ വ്യക്തികളാണ്. ഒന്ന് നമ്മുടെ രാജൻ ഗുരുക്കൾ സാറാണ്, മറ്റൊന്ന് KN ഹരിലാൽ സാറാണ്. രണ്ടുപേരെയും വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന് ഈ നന്ദി പറയുന്നതിനും മറ്റുമായി നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ അക്കാഡമിക് കോർഡിനേറ്റർ, KCHRൻ്റെ അക്കാഡമിക് കോർഡിനേറ്ററായ ഡോക്ടർ ഫാഷിയാണ്. ഫാഷിയെയും വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി. താങ്ക് യു. കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ വളരെ പ്രധാനപ്പെട്ട 3 പ്രസിദ്ധീകരണങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്യുകയാണ്. അതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ബിന്ദുവിനെയും അതിനോടൊപ്പം തന്നെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ചെയർപേഴ്സണും ഞങ്ങളുടെ ഇതിലെ ആദ്യത്തെ സംരംഭത്തിൽ, അതായത് പെർസ്പെക്റ്റീവ്സ് ഇൻ കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന സംരംഭത്തിലെ ഒരു കോൺട്രിബ്യൂട്ടറും കൂടിയിട്ടായിട്ടുള്ള പ്രൊഫസർ രാജൻ ഗുരുക്കളെയും 2 പുസ്തകങ്ങളുടെ, അത് രാജുവിൻ്റെ 2 പുസ്തകങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫസർ രാജുവിനെ നല്ലവണ്ണം അറിയുന്ന ആളുകൾക്ക് വലിയൊരു സ്ട്രഗിളാണ് ഈ 2 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുക എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള കർമ്മം ഞങ്ങളെ നിർവഹിക്കാൻ സഹായിച്ചു തന്നിട്ടുള്ള പ്രൊഫസർ രാജു ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് ഒരു സ്വാഗതം ഇവിടെ പറഞ്ഞുകൊള്ളുകയാണ്. അതിനോടൊപ്പം തന്നെ അത് ഏറ്റുവാങ്ങുന്ന പ്രൊഫസർ ഹരിലാലിനും എൻ്റെ സ്വാഗതം ഇവിടെ പറയുകയാണ്. ഞാനിവിടെ ഈ പുസ്തകങ്ങൾ പരിചയപ്പെടുത്താനൊന്നും ശ്രമിക്കുന്നില്ല. പെർസ്പെക്റ്റീവ്സ് ഇൻ കേരള ഹിസ്റ്ററി ഏതാണ്ട് 25 കൊല്ലം പഴക്കമുള്ള ഒരു പുസ്തകമാണ്. അതിൻ്റെ സ്റ്റുഡൻ്റ് എഡീഷൻ മാത്രമാണ് ഞങ്ങളിവിടെ പ്രസിദ്ധീകരിക്കുന്നത്. 25 വർഷം പഴക്കമുണ്ടെങ്കിലും ഇപ്പോഴും കാലികമായിട്ട് പ്രസക്തമാണെന്ന് കരുതുന്ന ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ്. അതൊരു ആന്തോളജിയാണ്. ആന്തോളജി ഇവിടെ വീണ്ടും ഞങ്ങൾക്ക് പ്രസിദ്ധീകരിക്കുന്നതിലും അതിൻ്റെ സ്റ്റുഡൻ്റ് എഡീഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കേരള ചരിത്ര വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പ്രൊഫസർ രാജുവിൻ്റെ പുസ്തകം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിൽ ഒരു എക്കോണമിസ്റ്റായിട്ട് ആരംഭിച്ച് ഒരു സോഷ്യൽ സയൻറ്റിസ്റ്റായിട്ട് മാറിയ പ്രൊഫസർ രാജുവിൻ്റെ അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഇപ്പോഴത്തെ ലേഖന സമാഹാരം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ഘടനോത്തരവാദത്തിൽ നിന്ന് ചരിത്രപരമായിട്ടുള്ള പരിശോധനയും ഇത് രണ്ടും കൂടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു മിക്സ്ചർ എന്ന് പറയുന്ന രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ചില ആശയങ്ങൾ അദ്ദേഹം സ്വന്തം ചില അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള പ്രബന്ധങ്ങളാണ്. ആ പ്രബന്ധങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വളരെ ആസ്വാദികരം മാത്രമല്ല ആലോചനയ്ക്ക് വഴിതെളിയിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അതിൽ സയൻസും അതുപോലെ തന്നെ ചരിത്രരചനയും
ഘടനോത്തരവാദവും തമ്മിൽ ബന്ധിപ്പിക്കുന്നൊരു പ്രബന്ധം. അതിനോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഇന്ന് വളരെ ചർച്ചാ വിഷയമായിട്ടുള്ള വളർച്ചയും വികസനവും എന്ന് പറയുന്ന രണ്ട് സങ്കല്പങ്ങൾ തമ്മിൽ താരതമ്യപ്പെടുത്തുന്നൊരു പ്രബന്ധം. ഇത് രണ്ടും കൂടാതെ അദ്ദേഹത്തിൻ്റെ തന്നെ രീതിയിൽ തന്നെ പ്രത്യേകിച്ച് വനപ്രദേശങ്ങളിലുള്ള ആളൊഴുക്കിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ സർപ്പംതുള്ളലിനെ സംബന്ധിച്ചും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ പഠനങ്ങൾ അടങ്ങുന്ന മറ്റ് പ്രബന്ധങ്ങൾ, ഇവയെല്ലാം അടങ്ങുന്നൊരു പ്രബന്ധ സമാഹാരമാണ് ഞങ്ങൾ ഇപ്രാവശ്യം റിലീസ് ചെയ്യുന്നത്. അതും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇത് രണ്ടും കൂടാതെ ക്രിസ്റ്റഫർ വീൽ എന്ന് പറയുന്ന പ്രശസ്ത പണ്ഡിതൻ പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ പ്രിൻ്റ് എക്കോണമിയുടെ ഭാഗമായിട്ട് കേരളത്തിലും മറ്റ് കേരളത്തിൽ വളർന്നു വന്ന മാറ്റങ്ങളെക്കുറിച്ച് അവതരിപ്പിച്ച ഒരു ഒക്കേഷണൽ ലെക്ചറാണത്, ഒരു വർക്കിംഗ് ലെക്ചറാണത്. ആ ലെക്ചർ അദ്ദേഹം ഒരു പൂർണ്ണ രൂപത്തിലുള്ള ഒരു വർക്കിംഗ് പേപ്പറായിട്ട് എഴുതി തന്നിട്ടുണ്ട്. അതും ഞങ്ങളിവിടെ പ്രസിദ്ധീകരിക്കുകയാണ്. ഈ 3 പ്രസിദ്ധീകരണങ്ങൾക്കും അവ നടത്തുന്നതിനായിട്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ബിന്ദുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അവരത് പ്രകാശിപ്പിക്കുന്നു. അതിനോടൊപ്പം തന്നെ അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് പ്രൊഫസർ രാജൻ ഗുരുക്കളെയും പ്രൊഫസർ ഹരിലാലിനെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. വളരെ നന്ദി. ഇറങ്ങുന്നു മനമുയർന്നു തമസകറ്റുന്ന നറു വെളിച്ചം നിറയ്ക്കുന്നു തിരി കൊളുത്തുന്നു അക്ഷരം തീർക്കുന്ന ലോകം. യോഗാധ്യക്ഷൻ KCHRൻ്റെ ബഹുമാന്യനായ ചെയർപേഴ്സൺ ശ്രീ KN ഗണേഷ്, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ബഹുമാന്യനായ പ്രൊഫസർ രാജൻ ഗുരുക്കൾ, വൈസ് ചെയർപേഴ്സൺ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ പ്രൊഫസർ KN ഹരിലാൽ, ഡോക്ടർ ഫാഷിയ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള മറ്റ് ബഹുമാന്യരെ, നമുക്ക് സ്വാഗതം ആശംസിച്ച ശ്രീമതി സന്ധ്യ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ചരിത്ര പഠനവും ചരിത്ര ഗവേഷണവും ചരിത്ര നിർമ്മിതിയുമെല്ലാം വളരെ കാലിക പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളായി മാറുന്ന ഒരു കാലത്താണ് KCHR വളരെ അർത്ഥപൂർണമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൻ്റെ ചരിത്ര വൈജ്ഞാനിക മേഖലയിൽ നല്ല മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ചരിത്രം അതീവ നീചമായ തമസ്കരണത്തിനും വക്രീകരണത്തിനും വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. ഏറെക്കാലം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സാന്നിധ്യങ്ങളെ ഇല്ലായ്മയാക്കി അഭാവമാക്കി മാറ്റുന്ന ബോധപൂർവമുള്ള ഇടപെടലുകൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥ ചരിത്രം മനസ്സിലാക്കാനുള്ള സാധാരണ മനുഷ്യരുടെ അവകാശത്തെ കൂടുതൽ ഉറപ്പോടെ പ്രഖ്യാപിക്കേണ്ടുന്ന ഒരു കാലം കൂടിയാണിത്. ചരിത്രമെന്നത് പോയ കാലത്തിൻ്റെ റെക്കോർഡ് പുസ്തകമല്ല, തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ട അഗ്നിയാണത് എന്ന് ആരോ എഴുതിയത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. തീർച്ചയായും ഒരു ജനതയ്ക്ക് അവരവരെ കുറിച്ചുള്ള ബോധം, ആത്മബോധം ഉണ്ടാക്കിയെടുക്കുന്നതിന് സാധ്യമാകുന്ന വിധത്തിൽ ചരിത്രത്തെ സംബന്ധിച്ച ശരിയായ ധാരണകൾ പകർന്നു കൊടുക്കുക എന്നുള്ളത് വർത്തമാനകാല തലമുറയുടെ ദൗത്യമാണ് എന്നുള്ളത് സംശയരഹിതമാണ്. ആ ദൗത്യം തങ്ങളുടെ കയ്യിലുള്ള അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഏറ്റെടുത്ത ഏവരെയും ഈ ഗ്രന്ഥരചനയ്ക്ക് തയ്യാറായ പ്രൊഫസർ S. രാജു, അതുപോലെ പെർസ്പെക്റ്റീവ്സ് ഓൺ കേരള ഹിസ്റ്ററി എഡിറ്റ് ചെയ്തിട്ടുള്ള ഡോക്ടർ PJ ചെറിയാൻ, അതിലേക്ക് സംഭാവന ചെയ്ത മറ്റ് ചരിത്രകാരന്മാർ, പ്രിൻറ്റ് പെർഫോമൻസ് മാനുസ്ക്രിപ്റ്റ്സ് ആൻഡ് പ്രിൻറ്റ് എന്ന രചന നിർവഹിച്ച പ്രൊഫസർ ക്രിസ്റ്റോഫ് വീൽ, ഇവരെ ഏവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ പ്രതിനിധീകരിച്ചുകൂടി ഞാൻ അഭിനന്ദിക്കുകയാണ്. ഏറ്റവും പുതിയ സൈദ്ധാന്തിക സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്
പുതിയ രീതിശാസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഡോക്ടർ രാജു അദ്ദേഹത്തിൻ്റെ ഡെവലപ്മെൻ്റലിസം, നൊമാഡിസം ആൻഡ് ട്രഡീഷൻ എസ്സേസ് ഓൺ കേരളം എന്നുള്ള പുസ്തകം രചിച്ചിട്ടുള്ളത്. വിറ്റ്ഗൻസ്റ്റീൻ, റിച്ചാർഡ് റോർട്ടി പോലുള്ളവർ ഉദ്ഘാടനം ചെയ്ത ലിംഗ്വിസ്റ്റിക് ടേൺ, അതുപോലെ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ആൻഡ് പോസ്റ്റ് മോഡേൺ ടേൺ, ഇത് എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമീപനത്തോടു കൂടിയാണ് അദ്ദേഹം കേരള ചരിത്രത്തെ പരിശോധിച്ചിട്ടുള്ളത്. 19-ാം നൂറ്റാണ്ടിൻ്റെ കാലം മുതൽ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് ട്രഡീഷനും മോഡേണിറ്റിയും വിരുദ്ധങ്ങളായിട്ടുള്ള ബൈനറി ഓപ്പോസിറ്റ്സ് അല്ല, അത് ഒന്നിൽ മറ്റൊന്ന് ഉൾച്ചേരുന്ന വിധത്തിലുള്ളതാണ് എന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. മലമ്പണ്ടാരങ്ങളുടെ ജീവിതത്തെ പിന്തുടർന്നുകൊണ്ട് എങ്ങനെയാണ് അത്തരം വിഭാഗങ്ങൾ കൂടുതൽ അരികുവൽക്കരിക്കപ്പെടുന്ന രീതിയിലേക്ക് ആധുനികതയുടെ കാലത്ത് മാറിപ്പോകുന്നത് എന്ന് വളരെ സമർത്ഥമായിട്ട് തന്നെ പരിശോധിക്കുന്ന ഈ ഗ്രന്ഥം, അതിൽ ആനന്ദം എന്നുള്ള ആ ഒരു ആശയം അദ്ദേഹത്തിൻ്റെ തികച്ചും മൗലികമായിട്ടുള്ള സമീപനങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ചരിത്ര പുസ്തകമാണ് ഇത് എന്നുള്ളത് ഏറെ അഭിനന്ദനീയമായ ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു. ഗ്രന്ഥകാരൻ വേദിയിലേക്ക് വരാൻ മടിച്ചു നിൽക്കുകയാണ്. സ്കോളർഷിപ്പ് എന്നുള്ളത് പറക്കി കീഴെ വയ്ക്കേണ്ട മെഴുകുതിരി അല്ല എന്ന് അദ്ദേഹത്തോട് ഞാൻ വളരെ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. അത് പ്രകാശിക്കട്ടെ. അപ്പോൾ തീർച്ചയായും ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം ചെയ്തിട്ടുള്ള വളരെ മഹനീയമായ ധർമ്മം കൂടുതൽ കരുത്തോടെ ശക്തിയോടെ തുടരാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. അത് ഇന്നത്തെ കേരളത്തിനും നാളത്തെ നവകേരളത്തിനും വലിയ അമൂല്യമായിട്ടുള്ള ഒരു സംഭാവനയായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. മറ്റൊരു പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യാൻ സാധിച്ചത് ഡോക്ടർ PJ ചെറിയാൻ എഡിറ്റ് ചെയ്തിട്ടുള്ള പേഴ്സ്പെക്റ്റീവ്സ് ഓൺ കേരള ഹിസ്റ്ററി ദ സെക്കൻഡ് മില്ലേനിയം എന്നുള്ള പുസ്തകമാണ്. പട്ടണം എക്സ്കവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൂടെ ഒരു ചരിത്രകാരൻ്റെ കർമ്മം എന്താണ് എന്ന് തലമുറകളെ കാണിച്ചു കൊടുത്ത ഒരു ബുദ്ധിജീവിയായിട്ടാണ് ഡോക്ടർ PJ ചെറിയാനെ നാം എല്ലാവരും തിരിച്ചറിയുന്നത് എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രാജൻ ഗുരുക്കൾ സർ ഉൾപ്പെടെ വിവിധ ചരിത്രകാരന്മാരുടെ ലേഖനങ്ങൾ സമാഹരിച്ചിട്ടുള്ള ആ പുസ്തകം, അതും ജാതി ജന്മി നാടുവാഴിത്ത മിശ്രിതത്തോടൊപ്പം കൊളോണിയൽ സ്ട്രീമും കൂടി കടന്നു വരുമ്പോൾ എങ്ങനെയാണ് ആധുനിക കേരളം രൂപപ്പെട്ടത് എന്നുള്ളതിൻ്റെ പരിശോധന തന്നെയാണ്. അതിൽ കേരളീയ സമൂഹത്തിൻ്റെ വർഗ സമവാക്യങ്ങൾ മാറ്റി എഴുതിയ തരത്തിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങളുടെ വളരെ തിളക്കമാർന്ന ചിത്രങ്ങൾ കൂടി കാണാൻ കഴിയുന്നു എന്നുള്ളതും ഏറെ അഭിമാനകരമാണ്. ഒരു ജനതയ്ക്ക് ആത്മബോധത്തിലേക്ക് വളർന്നുകൊണ്ട് എങ്ങനെ പ്രതിബോധം സൃഷ്ടിക്കാനാകും എന്നുള്ളത് നന്നായി കാണിച്ചു കൊടുത്തൊരു സമൂഹമാണ് കേരളത്തിൻ്റേത്. ആത്മബോധത്തിൻ്റെ കണ്ണാടി കേരളീയ സമൂഹത്തിൻ്റെ മുന്നിൽ പിടിച്ചുകൊടുത്ത ശ്രീനാരായണ ഗുരുവിനെ സ്നേഹാദരപൂർവ്വം ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുന്നു. മറ്റൊരു കൊച്ചു പുസ്തകം പ്രിൻറ്റ് പെർഫോമൻസ് മാനുസ്ക്രിപ്റ്റ്സ് ആൻഡ് പ്രിൻറ്റ്, അതിലൂടെ കടന്നു പോകാൻ എനിക്ക് അവസരം ലഭിച്ചില്ല. പ്രൊഫസർ ക്രിസ്റ്റഫ് വീലിൻ്റെ ഒരു പേപ്പറാണത് എന്ന് മനസ്സിലാക്കുന്നു. ഈ പുസ്തകങ്ങൾ ഇതെല്ലാം രചിച്ച ചരിത്രകാരന്മാർക്ക് ഒരിക്കൽ കൂടി വരാനിരിക്കുന്ന തലമുറകളുടെ കൂടെ പേരിൽ ഹൃദയംഗമമായിട്ടുള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകരേണ്ട അഗ്നിയായി തന്നെ ചരിത്രം തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ എന്നേക്കാൾ വളരെ ഭംഗിയായിട്ട് ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിവുള്ളവർ വേദിയിൽ ഇരിക്കുന്നുണ്ട്. പരിമിതമായ സമയമേ നമുക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ ഏവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വാസ്തവത്തിൽ ഇനി കൂടുതലൊന്നും പറയേണ്ടതായിട്ടില്ല. എല്ലാം ടീച്ചർ ഭംഗിയായിട്ട് ഇവിടെ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് സമയമില്ല. ഈ പുസ്തകം എല്ലാവരും വായിക്കണം എന്നൊരു അഭ്യർത്ഥന മാത്രമാണ് എനിക്കുള്ളത്. പെർസ്പെക്റ്റീവ്സ് ഓൺ കേരള ഹിസ്റ്ററി ദി സെക്കൻഡ് മില്ലേനിയം എന്ന് പറയുന്ന പുസ്തകമാണ്.
അത് 3 യൂണിറ്റുകളാക്കി അതിൽ എൻ്റെ ഒരു എളിയ ലേഖനം ഉൾപ്പെടെ പല ചരിത്രകാരന്മാരുടെയും പഠനങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ചരിത്ര കുതുകികളായിട്ടുള്ള ആളുകൾക്കും ചരിത്രം പഠിക്കുന്നവർക്കും ഒക്കെ ഈ പുസ്തകം പ്രയോജനപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. അത് നിങ്ങൾക്കും കൂടി ബോധ്യമായാൽ ഞാൻ ചരിതാർത്ഥനായി എന്നേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതിന് ബഹുമാനപ്പെട്ട പ്രൊഫസർ KN ഹരിലാൽ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഡോക്ടർ ആർ ബന്ധു, പ്രൊഫസർ രാജൻ ഗുരുക്കൾ, പ്രൊഫസർ KN ഗണേഷ്, അക്കാഡമിക് കോർഡിനേറ്റർ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രൊഫസർ രാജു, മറ്റ് സുഹൃത്തുക്കളെ, ഈ പുസ്തകം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് എഴുതിയ ഈ പുസ്തകം ഇവിടെ ഈ വേദിയിൽ വെച്ച് സ്വീകരിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി കരുതുകയാണ്. ഈ പുസ്തകം ഈ നിലയിൽ പ്രസിദ്ധീകരിക്കുന്നതിന് സാധിച്ചതിൽ ഞാൻ ആദ്യം അനുമോദിക്കുക തീർച്ചയായിട്ടും എൻ്റെ സ്നേഹിതനെ അല്ല, പ്രൊഫസർ രാജുവിനെ അല്ല, മറിച്ച് KCHRനെയും പ്രൊഫസർ ഗണേശിനെയും അതുപോലെ തന്നെ പ്രൊഫസർ ദിനേശിനെയുമാണ്. കാരണം രാജുവിനെ ഒരു 40 വർഷക്കാലമായിട്ട് എനിക്കറിയാം. രാജു സ്വയം ഈ ഗവേഷണത്തിന് വേണ്ടി എല്ലാം അർപ്പിച്ച് അതിൻ്റെ പുറകെ ഏറെ പോകുമെങ്കിലും അത് തീർച്ചയായിട്ടും ഈ രീതിയിൽ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്തത്തോടുകൂടി ഡിസിപ്ലിനോടുകൂടി പ്രവർത്തിക്കും എന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് നല്ല ബോധ്യമുണ്ട്. പ്രൊഫസർ ഗണേശൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു, KCHRൻ്റെ ഭാഗത്തു നിന്ന് നല്ല ഒരു പരിശ്രമം ഈ പ്രൊഫസർ രാജുവിനെ കൊണ്ട് ഇത് സമ്മതിപ്പിക്കുന്നതിനും ഈ പണി പൂർത്തിയാക്കുന്നതിനും ഒക്കെ KCHRും അതുപോലെ തന്നെ ഗണേശ മാഷും പ്രൊഫസർ ദിനേശിനുമൊക്കെ നല്ല ആത്മാർത്ഥമായിട്ടുള്ളൊരു പരിശ്രമം നടത്തിയിട്ടുണ്ട്. അതിന് പ്രത്യേകമായിട്ട് അവരെ അനുമോദിക്കുന്നു. തീർച്ചയായിട്ടും ഈ പുസ്തകം ഡെവലപ്മെൻറ്റലിസം, നൊമാഡിസം ആൻഡ് ട്രഡീഷൻ, എസ്സേസ് ഓൺ കേരളം എന്ന ഈ പുസ്തകം തീർച്ചയായിട്ടും സാമൂഹ്യശാസ്ത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലം അവർ ഉപയോഗിക്കാൻ സാധ്യതയുള്ള, റെഫർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു കോൺട്രിബ്യൂഷൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ പുസ്തകത്തെക്കുറിച്ച് അതിൻ്റെ ഒരു റിവ്യൂ പോലുള്ള ഒരു സംഭവത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത് നിങ്ങളാരും പ്രതീക്ഷിക്കുമെന്നും ഞാൻ കരുതുന്നില്ല. കാരണം ഇവിടെ 5 മിനിറ്റാണ് നമുക്ക് ഈ തരത്തിലുള്ള ഇൻ്റർവെൻഷന് വേണ്ടി തന്നിട്ടുള്ളത്. ആ 5 മിനിറ്റ് എടുത്ത് ഈ പുസ്തകത്തിനോട് ഒരു രീതിയിലും ഒരു നീതി പുലർത്താൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. എന്ന് മാത്രമല്ല, വേറൊരു കാരണം കൂടെ ഉണ്ട്. യഥാർത്ഥത്തിൽ ഈ പുസ്തകം ഒരു ഉദാസീന രചനയല്ല, ഉദാസീനമായ വായനയ്ക്ക് പറ്റിയതുമല്ല. ഒരാഴ്ചയെങ്കിലും ഇതിനു വേണ്ടി പൂർണ്ണമായിട്ട് വളരെ നല്ല സമയം ചെലവഴിച്ച് വായിച്ച് ഒരു റിവ്യൂ അവതരിപ്പിക്കാൻ എന്നാൽ മാത്രമേ കഴിയൂ. പക്ഷെ ഞാനിത് വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് പരിചയം തോന്നി. കാരണം ഈ 40 വർഷത്തിനിടയ്ക്ക് തീർച്ചയായിട്ടും ഒരു 10-35 വർഷക്കാലം മുമ്പ് രാജുവായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ, ഒരു PhD വിദ്യാർത്ഥി ആയിരുന്നപ്പോൾ തന്നെ
അദ്ദേഹം കൊണ്ടു നടന്ന ആശയങ്ങളുടെ, സംശയങ്ങളുടെ, ചോദ്യങ്ങളുടെ പുറകെ അദ്ദേഹം പോയി ആഴത്തിൽ പഠിച്ച് പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഈ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന മിക്കവാറും എസ്സേയെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അതിലെ പ്രമേയങ്ങൾ വളരെ കാലം അദ്ദേഹം സൂക്ഷിക്കുന്നതാണ്. ആദ്യകാല ചർച്ചകളിലൊക്കെ തന്നെ നമ്മുടെ അടുത്ത് ഇത് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ഞാനതെന്തുകൊണ്ടാണ് ഓർക്കുന്നത് എന്നുള്ളത് ഞാൻ എന്നോട് തന്നെ സ്വയം ചോദിച്ചു. 30-35 വർഷക്കാലം മുമ്പ് രാജുവിൻ്റെ വീട്ടിൽ വെച്ച് അല്ലെങ്കിൽ CDSൽ വെച്ച് പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ ഓർക്കാൻ എന്താ കാരണം? അതിൻ്റെ കാരണം എന്നെ അത് അന്ന് തന്നെ സ്വാധീനിച്ചിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഡെവലപ്മെൻറ്റലിസത്തിനെക്കുറിച്ചും ഒക്കെയുള്ള ക്രിട്ടിക്ക് നമ്മൾ സർവ്വസാധാരണമായി ഇപ്പോൾ നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷേ 35 വർഷം മുമ്പ് ഇതിനേക്കാളും ഇൻറ്റൻസിറ്റിയോടുകൂടി രാജു ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ ആ ചർച്ചകളുടെ ആ ഒരു സ്പിരിറ്റ് എൻ്റെ മനസ്സിൽ കിടന്നു. അപ്പോൾ ഇത് വീണ്ടും വായിക്കുമ്പോൾ അന്ന് രാജു എത്ര ഇൻറ്റൻസിറ്റിയോട് കൂടിയാണ് ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നത് എന്ന് ഞാൻ തിരിച്ച് ആലോചിച്ചു പോവുകയാണ്. തീർച്ചയായിട്ടും എനിക്കറിയാം രാജു വ്യക്തിപരമായി ഈ ചോദ്യങ്ങളുമായി നിരന്തരമായ സംഘർഷങ്ങളിൽ, ഈ ആശയങ്ങളുമായി നിരന്തരമായ സംഘർഷങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഫലമാണ് ഈ രചനകൾ. അതാണ് ഞാൻ ആ തുടക്കത്തിലെ പറഞ്ഞത്, ഉദാസീനമായ രചനകളല്ല. കുറച്ച് സ്ഥിതിവിവരം ഡേറ്റയൊക്കെ കളക്ട് ചെയ്ത് കുറച്ച് അതിൻ്റെ മേളിലുള്ള കുറേ അനാലിസിസും സാധാരണ സാമ്പ്രദായികമായിട്ടുള്ള ചില രീതിശാസ്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വിശകലനം അങ്ങനെയല്ല. ഇത് വളരെ പേഴ്സണലായിട്ട് ഇൻവോൾവ് ചെയ്ത് വീണ്ടും വീണ്ടും സ്വയം ചോദ്യം ചെയ്ത് വീണ്ടും സ്വയം സംശയിച്ച് അങ്ങനെ പുറകെ പോയി നടത്തിയ അന്വേഷണങ്ങളുടെ ഫലമാണ്. അതുകൊണ്ട് ഡെവലപ്മെൻറ്റിനെക്കുറിച്ച്, ഗ്രോത്തിനെക്കുറിച്ച്, കേരള ചരിത്രത്തെക്കുറിച്ച്, കേരള സമൂഹത്തെക്കുറിച്ചൊക്കെ ഗവേഷണം ചെയ്യുന്നവർക്ക്, അതല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് അവരെ ശരിയായ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു രചനയായിട്ട് വേണം ഇതിനെ കാണാൻ. തീർച്ചയായിട്ടും ഇത് വായിക്കുമ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ യോജിക്കണമെന്നില്ല. യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ ഗവേഷണത്തെ തന്നെ ആഴത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള രചനയാണ്. അതിൽ ഈ ഏറെ സമയമെടുത്ത് ഇപ്പം നമ്മുടെ ഗവേഷണത്തിലെല്ലാം പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഈ ഫാസ്റ്റ് ഫുഡ് പോലെ ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഈ അക്കാഡമിക് ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ടി വരും. അത്തരം അക്കാഡമിക് ഡിസിപ്ലിനെ തൃണവൽക്കരിച്ചുകൊണ്ട് സമയമെടുത്ത് തന്നെ, ഇഷ്ടത്തിന് സമയമെടുത്ത് തന്നെ നടത്തിയിട്ടുള്ള ഗവേഷണങ്ങളുടെ ഫലമാണ്. അതുകൊണ്ട് ഇത് ഈട് നിൽക്കും. ദീർഘകാലം നമ്മുടെ അക്കാഡമികളിൽ ഇത് നമ്മുടെ ഗൗരവമുള്ള ചർച്ചാ രംഗത്തെല്ലാം ഇത് വിഷയമാവട്ടെ. എനിക്ക് നേരത്തെ രാജുവിൻ്റെ ചർച്ചകൾ വരാത്ത, ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ അത്ര ഓർത്തിട്ടില്ല, ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ച ആനന്ദത്തെ പറ്റിയിട്ടുള്ള ചാപ്റ്ററാണ്. ഞാനത് വളരെ വേഗം അത് ആർത്തിയോടുകൂടി വായിച്ചു എന്നുകൂടി പറഞ്ഞുകൊണ്ട് സമയം ബെല്ലടിച്ചു കഴിഞ്ഞു. ഇനിയും വേറെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കാൻ ഈ സമ്മേളനത്തിലുണ്ട്. ഈ അവസരം നൽകിയതിന് KCHRന്, ഗണേശ മാഷിന്, രാജുവിന് നന്ദി രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ R. ബിന്ദു അടക്കമുള്ള വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതെങ്കിലും വളരെ പ്രൗഢോജ്വലമായ ഒരു സദസ്സും വേദിയും അനുവദിച്ചു എന്നതിൽ ഞങ്ങൾക്കേറെ സന്തോഷവും അഭിമാനവുമുണ്ട്. കേരള ചരിത്ര ഗവേഷണ കൗൺസിലിൻ്റെ പുസ്തക പ്രസിദ്ധീകരണ ചടങ്ങിലേക്ക്, പ്രകാശന ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ R. ബിന്ദുവിനെ ഏറെ ബഹുമാനത്തോടെ, സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു.
അതോടൊപ്പം 3 വ്യത്യസ്ത പുസ്തകങ്ങൾ സ്വീകരിക്കാനെത്തിയ പ്രൊഫസർ രാജൻ ഗുരുക്കൾ അവർകൾ, പ്രൊഫസർ KN ഹരിലാൽ അവർകൾ, ഞങ്ങൾക്ക് എല്ലാവിധ ഔദ്യോഗിക പിന്തുണയും നൽകിക്കൊണ്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ചെയർപേഴ്സൺ പ്രൊഫസർ KN ഗണേഷ് അവർകൾ, പബ്ലിക്കേഷൻ അസിസ്റ്റൻറ്റ് സന്ധ്യ, മറ്റു സഹപ്രവർത്തകർ, ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.